Hi, it's me JKK from JKK for you. Hi all. സോ ഒരു വർഷം കൂടി പോവുകയാണ്, മറഞ്ഞു പോവുകയാണ്, പിന്നിടുകയാണ്. സോ 2024 തീരുകയാണ്. സോ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു 2024? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോട്ട് ഓഫ് പേഷ്യൻസ് ആൻഡ് സാക്രിഫൈസ് ആൻഡ് വെയിറ്റ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത ഒരു ഇയറാണ് 2024. കാത്തിരിപ്പ് അല്ലെങ്കിൽ ക്ഷമ, സഹനം എല്ലാം ഈ വർഷം വേണ്ടതായിരുന്നു. അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡിവോട്ടിയായി, കുറച്ചും കൂടി ഡിവോഷണലായി, കുറച്ചും കൂടി ഡിവൈനായി. ഡിവോഷണൽ മീൻസ് അത് മറ്റൊരു തലമാണ്, മറ്റൊരു സ്പിരിച്വൽ തലമാണ്. സ്പിരിച്വൽ നോട്ട് ദ റിലീജിയൻ, അതിനപ്പുറമുള്ള ഒരു തലമാണ്. പിന്നെ ഈ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഞാൻ കടന്നു വന്ന ഒരു വർഷം കൂടിയാണ് 2024. സോ മാർച്ച് 21 ഞാൻ സ്റ്റോക്കിൽ ഫസ്റ്റ് ബൈ ചെയ്തൊരു വർഷം കൂടിയാണ് 2024. സോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് ഫസ്റ്റ് എടുത്തത്. ദെൻ സിക്സർ പ്ലെയർ സ്റ്റോക്കിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു, ഡ്രീം 11. പിന്നെ മെയ് മാസത്തിൽ അസ്ട്രോളജി, ഇൻ ദ വേൾഡ് ഓഫ് അസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂമറോളജി, അങ്ങനത്തെ കുറച്ച് മിത്തോളജി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ അസ്ട്രോളജി സംഭവം അതിലേക്ക് എത്തിപ്പെട്ടതാണ് ഞാൻ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ്. സോ ഞാനിത് ഇഷ്ടപ്പെടുന്നു, സ്റ്റഡി ചെയ്യുന്നു. അത് പുതിയ വർഷം കുറച്ചുകൂടി സ്റ്റഡി ചെയ്യണം, അതിനെപ്പറ്റി കുറച്ചും കൂടി നോളേജ് എടുക്കണം. പിന്നെ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ വർഷം കുറച്ച് പരിവർത്തനത്തിൻ്റെ ഒരു കാലമായിരുന്നു. കുറച്ച് നമ്മളെയൊക്കെ ഒന്ന് പുതുക്കുക, സ്വയം ഒന്ന് മാറ്റപ്പെടുക. സോ കുറേ ചേഞ്ചസ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി കുറേ സ്ട്രഗിൾ ചെയ്തൊരു വർഷം കൂടിയാണ് 2024. എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു 2024. ടുവേർഡ്സ് ദ എൻഡ് ഡിസംബർ 24 എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ഡേ ആണ്. സോ ഡിസംബർ 24 2024 ട്യൂസ്ഡേ, കഴിഞ്ഞ ട്യൂസ്ഡേ, പ്രീവിയസ് ട്യൂസ്ഡേ വാസ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. സോ എന്താണെങ്കിലും ഈ വർഷം മുന്നോട്ട് പോകട്ടെ. ആസ് എ ലാലട്ടൻ ഫാൻ, ആസ് എ മോഹൻലാൽ ഫാൻ, ഈ വർഷം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ലാലട്ടൻ ഉണ്ടായിരുന്നില്ല. മലങ്കോട്ടെ വാലിബനും ബെറോസും വലിയ വിജയമൊന്നുമായില്ല. രണ്ടും ജനുവരി 25, ഡിസംബർ 25, രണ്ടും 25കളിൽ ഇറങ്ങിയ ഒരു പടമാണ്. പക്ഷേങ്കിലും ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തില്ല. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് നല്ലൊരു വർഷമാണ്. കുറേ 100 കോടി, 200 കോടി, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ ഈ വർഷം ഉണ്ടായി. ഇപ്പോൾ ലേറ്റസ്റ്റ് മാർക്കോ, ഉണ്ണിമൂന്നൻ വലിയ വിജയം നേടുന്നു. സോ ബ്രഹ്മയോഗം വലിയ വിജയം നേടി. ആടുജീവിതം, ആവേശം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ARM, കിഷ്കണ്ഠകാന്ഡം, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. സൂക്ഷ്മ ദർശിനി, അങ്ങനെ ഒരുപാട് പറയാൻ വിട്ടുപോയ കുറേ പടങ്ങളുമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ, ടെറബോ, ഇങ്ങനെ കുറേ ഉണ്ട്. അല്ലെങ്കിൽ ഓസ്ലർ, കുറേ പടങ്ങളുണ്ട്. അല്ലെങ്കിൽ ആട്ടം, ക്രിട്ടിക്കൽ ക്ലൈൻസ് കിട്ടിയ പടമാണ്. അങ്ങനെ കുറേ ഉണ്ട്. സ്പോർട്സിൽ ഇന്ത്യ T20 വേൾഡ് കപ്പ് എടുത്ത വർഷം കൂടിയാണ് 2024. ചെസ്സിൽ നമ്മുടെ പ്ലെയേഴ്സ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വർഷം കൂടിയാണ്. സോ എല്ലാ തരത്തിലും 2024 നല്ലൊരു വർഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും. ഈവൻ നമ്മുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ ആണെങ്കിലും അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ ആണെങ്കിലും കുറേ രാജ്യങ്ങളിൽ ഇലക്ഷൻ നടന്ന വർഷം കൂടിയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളും എല്ലാം നടന്നൊരു വർഷമാണ് 2024. സോ ഫൈനലി ഇൻ ടു മൈ പേഴ്സണൽ ലൈഫ്, ഞാൻ ആദ്യം പറഞ്ഞത് പേഴ്സണൽ ലൈഫാണ്, അവസാനിപ്പിക്കുന്നതും പേഴ്സണൽ നോട്ടിലാണ്. സോ എന്നെ സംബന്ധിച്ച് ഒരുപാട് പേഷ്യൻസ്, സാക്രിഫൈസ്, വെയിറ്റ് എല്ലാം വേണ്ട ഒരു വർഷമായിരുന്നു 2024. കുറേ പാഠങ്ങൾ പഠിച്ചു. സോ 2025ലേക്ക് പോകുമ്പോൾ നല്ലൊരു വർഷമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എനിവേ താങ്ക് യു 2024, താങ്ക് യു 2024. സോ താങ്ക് യു 2024 ആൻഡ് വി ആർ ഇൻ ടു അനദർ ഇയർ. സോ ലോകോ സമസ്തോ സുഖനോ ഭവന്തു, സത്യമേവ ജയതേ. എല്ലാവരെയും ദൈവം കാക്കട്ടെ. സോ ദാറ്റ്സ് ഓൾ. സോ താങ്ക് യു, ബൈ ബൈ, താങ്ക് യു.